അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ പുണ്യങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അല്ലാഹു തആല ശഅബാൻ മാസത്തിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസിൽ നമ്മൾ ആദ്യമായി പാരായണം ചെയ്യാൻ പോകുന്നത് പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായി നിൽക്കുന്ന വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ദുഖാൻ. ആ സൂറത്തു ദുഖാൻ ഈ ശഅബാൻ മാസത്തിൽ ഓതൽ വളരെ പുണ്യമുള്ളതാണ്. ദുഖാൻ സൂറത്ത് മുഴുവനും. ചില പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ശഅബാൻ മാസത്തിൻ്റെ 1-ാമത്തെ ദിനം മുതൽ ബറാഅത്ത് രാവ് വരെ ഒരു മനുഷ്യൻ ഈ സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ആവർത്തിച്ച് 15 പ്രാവശ്യം ഓതിയാൽ അവനിക്ക് വലിയ നേട്ടമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്, അവൻ്റെ ദുആക്ക് ഇജാബത്തുണ്ട്, അവനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവിയുണ്ട് എന്നൊക്കെ പല റിവായത്തുകളിൽ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് 15 പ്രാവശ്യമാണ് ഓതേണ്ടത്. നമുക്ക് ബറക്കത്തിനായി ഒരു 2 പ്രാവശ്യം സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യാം. ബാക്കി ഇൻഷാ അല്ലാഹ് നിങ്ങൾ സമയം പോലെ ആ 8 ആയത്തുകൾ ഓതി തീർക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ഓതാൻ പോവുകയാണ്. എല്ലാവരും കൂടെ ഓതുക. ഇനി ഓതാൻ പറ്റാത്ത മെൻസസ് ഉള്ള ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓതുന്നത് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് കൂലിയുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. അൽഹംദുലില്ലാഹ്, ഒരു വട്ടം നമ്മൾ സൂറത്തു ദുഖാനിന്റെ 8 വരെയുള്ള ആയത്ത് ഓതിയിട്ടുണ്ട്. ഇനി ഒരു വട്ടം കൂടി നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം വൽ കിതാബിൽ മുബീൻ إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت
റബ്ബുകും വറബ്ബു ആബാഇകുമുൽ അവ്വലീൻ. 2 വട്ടം നമ്മൾ അൽഹംദുലില്ലാഹ് സൂറത്ത് ദുഖാനിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്ത് ഓതിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ സമയം പോലെ ഓതി തീർക്കുക 13 പ്രാവശ്യം. ഇനി നമ്മൾ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് അവസാനം ദുആരക്കാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്ന ദിക്ർ, പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൽ 1000 വർഷത്തെ പുണ്യങ്ങൾ നമുക്ക് വാരിക്കോരി നേടാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന ചെറിയ ഒരു ദിക്ർ. ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും മഹത്വമുള്ള ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റാണ്. ദിക്റുകളുടെ രാജാവ് അതാണ്. അപ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വാക്കുകൾ കൂടി ചേർത്താൽ അത് 1000 വർഷത്തെ പുണ്യങ്ങൾ ഈ പരിശുദ്ധമായ ശഅബാനിൽ തന്നെ നമുക്ക് നേടിത്തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്ർ ഒന്നിച്ച് കുറച്ച് വട്ടം ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. പരിപാവനമായ ഈ രാവിൽ നമ്മൾ പ്രത്യേകം നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ് നമ്മുടെ തൗബയുടെ വാക്കാണ്. എല്ലാവരും ഒന്നിച്ച് പറയും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ وأتوب إليك. أستغفر الله العظيم من كل ذنب 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 وأتوب إليك. أستغفر الله العظيم
മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. സ്വർഗത്തിൽ വൃക്ഷങ്ങൾ നടപ്പെടാനുള്ള ഒരു ദിക്റായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഉറക്കെ പറയും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. പരിശുദ്ധമായ ഈ മാസത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിക്റാണ് നരകമോചനത്തിൻ്റെ ദിക്ർ. ഒരു മനുഷ്യൻ ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചാൽ നരകം പറയും, പടച്ചോനെ അവന് നീ എന്നിൽ പ്രവേശിപ്പിക്കരുതേ എന്ന്. അത്തരത്തിലുള്ള ആ ഒരു ദിക്ർ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള നമുക്കറിയാവുന്ന ഒരു ദിക്റാണ്, ദുആയാണ്, നരകമോചനത്തിൻ്റെ ദുആ. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, اللهم أجرني من حر جهنم 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 اللهم أجرني من حر جهنم
جهنم اللهم أجرني من حر 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 جهنم. ഇന്ന് നമ്മൾ പറയുന്നത് സ്വർഗത്തെ ചോദിക്കുന്ന ദുആയാണ്, ദിക്റാണ്. സ്വർഗത്തെ ഒരു മനുഷ്യൻ 3 പ്രാവശ്യം ചോദിച്ചാൽ സ്വർഗം പറയും, പടച്ചോനെ ഇവനെ നീ എന്നിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗം അല്ലാഹുവിനോട് പറയുമെന്നാണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന 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 اللهم إني أسألك الجنة 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 اللهم إني أسألك الجنة. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാൻ, നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാൻ ഈ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ്. അതുപോലെ തന്നെ ഇതൊരു ദിക്റുമാണ്. ഏതാണത്? لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين
الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين ഇത് നമ്മൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദിക്റാണ്. നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്. മീസാൻ എന്ന ത്രാസിൽ ഭാരം കൂടുന്ന ഒരു ദുആയാണ്, ദിക്റാണ്, തസ്ബീഹാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വ ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നമ്മുടെ സദസ്സ് അവസാനിപ്പിക്കാം. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദസ്സിനെ ഖബൂലാക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ محمد اللهم صل عليه وسلم اللهم صل على 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 محمد اللهم صل عليه وسلم
اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. പ്രയാസ പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ആമീൻ പറയുക. അല്ലാഹു തആല നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ മജ്‌ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ارحم والدينا كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أرحم الراحمين يا ربي ലോകരക്ഷിതാവായ റഹ്മാനെ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ ഞങ്ങളുടെ തസ്ബീഹിൻ്റെ ഞങ്ങളുടെ തക്ബീറിൻ്റെ ഞങ്ങളുടെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ ദുആഇൻ്റെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ചെറുതും വലുതുമായി രഹസ്യവും പരസ്യവുമായി അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അല്ലാഹുവേ. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. മറ്റുള്ളവരെ ഉപദ്രവിച്ചവരാണ്, മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറവും പറഞ്ഞവരാണ് റഹ്മാനെ. നിന്റെ ഇബാദത്തുകളിൽ പോരായ്മകൾ വരുത്തിയവരാണ്. എല്ലാം നീ സബൂറാക്കണേ അല്ലാ. എല്ലാം നീ ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുൻഗാമികൾ അല്ലാഹുവേ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് സഹോദരിമാര്, ഉമ്മമാര്, ഭർത്താവ് മരണപ്പെട്ടു പോയവരാണ്, ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഭാര്യ മരണപ്പെട്ടു പോയിട്ട് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. മാതാപിതാക്കൾ ഖബറിലാണ്, മക്കള്, സഹോദരി സഹോദരന്മാര് റഹ്മാനെ. മരണപ്പെട്ട എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾക്കുണ്ട് അല്ലാഹുവേ. എല്ലാം നീ സലാമത്താക്കി തരണേ അല്ലാ. അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് മുഅ്മിനീങ്ങളാണ് ഓരോ വീഡിയോകൾക്ക് താഴെയും ഞങ്ങളോട് ദുആ വസിയത്ത് പറയുന്നത് റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അല്ലാഹുവേ അറ്റാക്ക് പോലെ, കിഡ്നിക്ക് പ്രോബ്ലം പോലെ ഒരുപാട് പ്രതിസന്ധികളകപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ ഓപ്പറേഷന് വിധേയമാകുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ ശരീരത്തിൽ ചെറിയ തടിപ്പുകൾ കണ്ടത് കുത്തിയെടുത്തിട്ട് അല്ലാഹുവേ പടച്ചവനെ ടെസ്റ്റിന് അയച്ച ആളുകളുണ്ട് റഹ്മാനെ. ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ അല്ലാ, വേദനിപ്പിക്കല്ലേ റഹ്മാനെ. എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റഹ്മാനെ. ഭാര്യ സന്താനങ്ങൾ, അതുപോലെ തന്നെ ഭർത്താക്കന്മാര്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ ഉള്ളവരുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, ഖൈറായ ഇണകൾ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, അതുപോലെ തന്നെ
വീടില്ലാത്തവരുണ്ട്, സ്വന്തമായി വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ കാര്യങ്ങളിലും നീ സലാമത്തും ബറക്കത്തും ഏറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിന് തൊട്ട് കാക്കണേ അല്ലാ. ലോക മുസൽമാനെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ, അഭിമാനത്തിലാക്കണേ അല്ലാ. പരിശുദ്ധമായ ഈ മാസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ നിസ്കരിച്ചവരാണ്, നോമ്പ് പിടിച്ചവരാണ്, ദിക്ർ ചൊല്ലിയവരാണ്, തസ്ബീഹ് പറഞ്ഞവരാണ്, സ്വതക കൊടുത്തവരാണ്, ഖുർആൻ ഓതിയവരാണ് റഹ്മാനെ. ഈ പരിശുദ്ധമായ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ നല്ല പ്രവൃത്തി നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ മുത്ത് റസൂലിന്റെ റൗള കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹു മക്കളൊക്കെ കഞ്ചാവിന് മയക്കുമരുന്നിന് അടിമകളായി പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ലാ. മക്കൾ കാരണം സന്തോഷിക്കുന്നവരിൽ, മാതാപിതാക്കളിൽ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അല്ലാഹു ഞങ്ങളുടെ മക്കളെല്ലാവരും പരീക്ഷ എഴുതുന്നവരാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. പലരുടെയും വീട് പണി നടക്കുകയാണ്, നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ വിജയത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ, ടെൻഷൻ മാറ്റി നൽകണേ അല്ലാ, മാനസികമായ പിരിമുറുക്കങ്ങൾ മാറ്റണേ അല്ലാ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ, എല്ലാ ഖൈറാത്തുകളും നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഓരോരുത്തരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ. റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നൽകണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.